ഇനി ഞാൻ ഇവിടെ ആദ്യം ഒന്ന് ടെസ്റ്റർ വെച്ച് നോക്കുകയാണ്. വൗ, ഷോട്ടായി. യെസ്, നമ്മുടെ പണിപാളി. യെസ്, അങ്ങനെ മിനി എ സി നമുക്കൊന്ന് പൊളിച്ചു നോക്കിയാലോ. ഇപ്പം എൻ്റെ ഇരിക്കുന്ന ഒരു മിനി എ സി ആണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു പണി കിട്ടിയതാണ്. വേറെ കൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു എ സി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രൊമോഷനായിട്ടൊന്നും അയച്ചു തന്നൊന്നുമല്ല. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതായാലും കിട്ടിയ ഒരു ഡാമേജ്ഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ഡാമേജ്ഡ് പ്രോഡക്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എനിക്കിതിന് റിട്ടേൺ കിട്ടിയായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാനൊന്ന് ടാഗ് ചെയ്തും കൂടി ഇട്ടേക്കാൻ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഏതായാലും ഈ ഒരു മിനി എ സി നമ്മൾ പൊളിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. എന്താണ് ഇതിനകത്ത് വരുന്നത്, ശരിക്കുള്ള കൂളിംഗ് വരുന്നുണ്ടോ, അത് നമുക്കൊരു ടെമ്പറേച്ചർ ഗേജ് വെച്ച് അഥവാ ഒരു തെർമോമീറ്റർ വെച്ച് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു എ സിന്ന് വരുന്ന കൃത്യമായിട്ടുള്ള കൂളിംഗ് ആണോ, ഹീറ്റിംഗ് മാത്രമാണോ, എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ടോണം. ഞാൻ ഏതായാലും ഇതിനകത്ത് പൊളിക്കാൻ പോവാണ്. ഇതിനകത്ത് ഈ ഒരു സാധനം ഊരിക്കിടക്കുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് അഴിക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഇവനെ പെട്ടെന്ന് ഊരിയെടുക്കാൻ ഞാൻ പെട്ടെന്ന് ഒന്ന് അഴിക്കട്ടെ. യെസ്, അങ്ങനെ 5 സ്ക്രൂസ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കവർ നമ്മളൊന്ന് അഴിച്ചെടുക്കാൻ പോവുകയാണ്. ഇതേ കണ്ടോണം. യെസ്, അങ്ങനെ ഒരു ഐറ്റം താഴെ വീണിട്ടുണ്ട്. ദേ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള അവസ്ഥ. ഇതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കേസ് മാത്രമാണ്. ഞാനത് മാറ്റി ഇവിടെ ഒരു PCB ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ ഒരു കിടുക്കൻ കൂളിംഗ് ഫാൻ നമുക്ക് കാണാം. കൂളിംഗ് ഫാനല്ല, സാധാരണ ഒരു നോർമൽ 12 വോൾട്ട് ഫാൻ. ഇത് പലർക്കും പരിചയം ഉണ്ടായിരിക്കും, നമ്മുടെ പ്രോസസ്സറിനകത്തൊക്കെ വരുന്ന ഫാനാണ്. ആ ഒരു ഫാനുണ്ട്. ഇതിൻ്റെ താഴെ വേറെ ഒന്നുമില്ല. പിന്നെ അത് ഇങ്ങനെ ഒരു യൂണിറ്റ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇവിടെ നിന്ന് ഒരു ലൈൻ ഊരിപ്പോയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഇതിനകത്തുള്ളത്. ഇതൊരു കൂളിംഗ് പർപ്പസ് ആണോ ഹീറ്റിംഗ് പർപ്പസ് ആണോ എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് തീരുമാനം എടുക്കാം. അതായത് നമുക്കിപ്പോൾ തന്നെ നോക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു വയർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർ ഊരി കിടപ്പുണ്ട്, അതിനകത്ത് എനിക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ അതിലോട്ട് അങ്ങ് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, യെസ്, ഞാനിത് കണക്ട് ചെയ്തു. ഇനി ഈ ഒരു യൂണിറ്റ് നമ്മൾ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ PCBയും കൂടെ ഞാൻ ഊരിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. ഇത് ടച്ച് സ്വിച്ച് ആയിരുന്നു തോന്നുന്നു കേട്ടോ. യെസ്, അപ്പോൾ PCB ഞാനിപ്പോൾ ഊരിയെടുത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ പുറകെ വരുന്ന ഇവിടെ ഈ ഒരു ടച്ച് സ്വിച്ച്, ഇത് ശരിക്കും ടച്ചൊന്നും അല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു സ്പ്രിങ് ഇവിടെ ഒരു ആക്ഷൻ വരുന്നുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീൽ ഉണ്ടാകാനായിരിക്കും. ഏതായാലും ഈ ഒരു യൂണിറ്റ് അഴിക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു. ഇത് തിരിച്ച് അതുപോലെ തന്നെ ഞാൻ അതിലോട്ട് റീഫിറ്റ് ചെയ്യുകയാണ്. കാരണം സ്വിച്ച് വർക്കിംഗ് ഒക്കെ നമുക്കൊന്ന് കൃത്യമായിട്ട് കാണാം, ടെമ്പറേച്ചറിൻ്റെയും കാണാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചു വെക്കുകയാണ്. കാരണം നമുക്ക് കാണത്തക്ക രീതിയിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ അറിയാനും ഒരു ടെസ്റ്റർ യൂണിറ്റും കൂടി ഞാൻ എടുക്കുകയാണ്. കാരണം കറണ്ട് വരുന്നുണ്ടോ ഇല്ലേ എന്നും കൂടെ നമുക്കറിയണം, എന്നാലേ ഇത് പിടിച്ച് നോക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഈ യൂണിറ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഇതുവരെ മേടിച്ചിട്ട് ഇതിൻ്റെ ലയം പോലും, അതായത് ഇതിൻ്റെ പ്ലഗ് യൂണിറ്റ് പോലും ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒന്ന് കൊടുക്കട്ടെ. യെസ്, അപ്പോൾ ഞാൻ ഓൺ ചെയ്തപ്പോൾ ഇതിനകത്തൊരു റിമോട്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് പറയുകയാണ്, റിമോട്ടും കൂടെ വരുന്നുണ്ട്. ഓൺ സ്വിച്ച് ഉണ്ട്. ഞാൻ അതിലൊന്ന് പ്രസ് ചെയ്യുകയാണ്. നോ രക്ഷ, അതിലൊന്നും കാണി. അപ്പം ഇവിടെ ഏതായാലും കറണ്ട് വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവനാണ് നമ്മുടെ റിമോട്ട് അസംബ്ലി. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാനത് ഓൺ ചെയ്യുകയാണ്. യെസ്, ഫാൻ വർക്ക് ചെയ്യുന്നത് എനിക്കിപ്പോൾ അറിയാം. അത്യാവശ്യം കാറ്റുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. കൊള്ളാം, കാറ്റുണ്ട്. ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഞാൻ ഇവിടെ ആദ്യം ഒന്ന് ടെസ്റ്റർ വെച്ച് നോക്കുകയാണ്. വൗ, ഷോട്ടായി. യെസ്, നമ്മുടെ പണിപാളി. യെസ്, അങ്ങനെ ചെറിയൊരു പണി കിട്ടിയതാണ്. മൊത്തത്തിലൊരു ട്രിപ്പായി. അതായത് ഞാൻ നോക്കിയപ്പം പോസിറ്റീവ് നെഗറ്റീവ് കൂടെ കൂട്ടിമുട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഇതൊരു ഹീറ്റിംഗ് കോയിലാണെന്നുള്ളൊരു കാര്യം തീരുമാനം. നല്ല ചൂടാകട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓൺ ചെയ്യാം. രണ്ടും കൽപ്പിച്ചതേ പിന്നെ ഓൺ ചെയ്യുന്നു. ആരും ഈ പരീക്ഷണം നടത്തരുത് കേട്ടോ. കാരണം ഏത് വഴിക്ക് പണി കിട്ടുമെന്നൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഞാനിത് കോൾഡ് ആക്കുകയാണ്. കോൾഡ് ആക്കി ഇനി മൈനസിലോട്ട് സെറ്റ് ചെയ്യുകയാണ്. 21 കുറയുന്നുണ്ട്. 16 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, 16 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ പിന്നെയും ചൂടാണ്, ഇവിടെ തണുപ്പൊന്നുമില്ല. പോസ്റ്റ് ചെയ്യാം. അയ്യോ, എൻ്റെ ഈ പ്ലൈവുഡ് പൊട്ടിയതായിരുന്നു. അപ്പോൾ എന്നെ ചൂടായിരിക്കൂടാ ഇത്. അങ്ങനെ 2000 രൂപയ്ക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഇത് കിടുവായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. കൂളിംഗ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് ഈ ഒരു ഫിൻസ് തന്നെ അവർ കൂള് ചെയ്യിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ്. പക്ഷേ ഇവിടെ കൂളിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഇല്ല. ജസ്റ്റ് ഒരു ഫാൻ,
ഇത് മാത്രമേ ഉള്ളൂ. 2000 രൂപയ്ക്കുള്ള മുതലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടാക്കി പിടിച്ചൊരു എ സിയുടെ ഡെമ്മി പോലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അല്ലാതെ വേറെ വലിയ ഗുണമൊന്നുമില്ല. 2000 രൂപ മുടക്കി മേടിക്കുന്ന ഒരു നഷ്ടം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ഇനിയും ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ആമസോണിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇട്ടേക്കാം. മേടിക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. വെറുതെ മേടിച്ച് കാശ് കളയരുത്. എനിക്ക് ഏതായാലും ഇത് ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ. ഞാൻ 2000 രൂപയ്ക്ക് മേടിച്ചു. ഇതിങ്ങനെ ഉരിയൊക്കെ കിടക്കുന്ന കണ്ടപ്പം ഞാൻ അവരെ വിളിച്ച് ഇൻഫോം ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവർ തന്നെ എനിക്കിത് അന്നേരം തന്നെ, എനിക്ക് തോന്നുന്നു ഒരു ദിവസം പോലും എടുത്തില്ല, അന്ന് വൈകിട്ട് തന്നെ കൊടുത്ത പേയ്മെൻറ്റ് 2014 രൂപ കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് കയറുകയും ചെയ്തു. പ്രോഡക്റ്റ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട, കാരണം ഇതൊരു നോൺ റിട്ടേണബിൾ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്ത് നോൺ റിട്ടേണബിൾ പ്രോഡക്റ്റ് വാങ്ങാമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, ജെന്യുവിൻ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, ഞാനിതിൻ്റെ ഫോട്ടോസ് സഹിതം അവർക്ക് അയച്ചു കൊടുത്തപ്പം അവർക്ക് മനസ്സിലായി, ഇതിൻ്റെ ജെന്യുവിനിറ്റി മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരത് നമുക്ക് പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്ത് തരികയും ചെയ്തു. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റും തിരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് പണിയൊക്കെ നമുക്ക് നോക്കാൻ പറ്റി. ഏതായാലും ദൈവത്തെ ഓർത്ത് ആരും ഇത് മേടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.